പാർലമെൻറ്റ് പിരിഞ്ഞു. ജഗതി ശ്രീകുമാർ ഒരു സിനിമയിൽ പറയുന്നത് പോലെ അടിച്ചു പിരിഞ്ഞു എന്ന് പറയുന്നതാകും ശരി. പക്ഷേ പാർലമെൻറ്റിൻ്റെ ഈ ശൈത്യകാല സമ്മേളനം പ്രതീക്ഷിച്ചത്ര നല്ല രീതിയിൽ പോയില്ല എന്നും പ്രശ്നങ്ങളായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. വളരെ സുപ്രധാനമാണ് ഈ വിഷയം. അദ്ദേഹം പറയുന്നത് രാജ്യസഭ കഴിഞ്ഞ 26 ദിവസത്തിനുള്ളിൽ 19 സിറ്റിങ്ങുകളാണ് നടത്തിയത്. അതിൽ ഫലപ്രദമായി വിനിയോഗിച്ച സമയം 43 മണിക്കൂർ 27 മിനിറ്റ്. ആ സമയം മാത്രമാണ് ഫലപ്രദമായ ചർച്ച നടന്നത്. അപ്പോൾ രാജ്യസഭ അവസാനിച്ചപ്പോൾ ഉപരാഷ്ട്രപതിയും സഭയുടെ നാഥനുമൊക്കെയായ ജഗ്ദീപ് ധൻഖർ ഈ കാര്യം അംഗങ്ങളെ അറിയിച്ചു. ശക്തമായൊരു സന്ദേശം അദ്ദേഹം നൽകുകയാണ്. എം പിമാർ അവരുടെ റോളുകൾ എന്താണ് എന്ന് മനസ്സിലാക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. പാർലമെൻറ്റിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു സെഷൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും നടന്നു. സത്യത്തിൽ അവിടെയുള്ള എം പിമാരാണ് ഗൗരവപരമായ ഒരു ആത്മപരിശോധന നടത്തേണ്ടത്. ജഗ്ദീപ് ധൻഖർ ഈ ആവശ്യം വ്യക്തമായി പറയുകയും ചെയ്തു. കാരണം ഈ സെഷനുകളൊന്നും ഒരു ഉത്പാദനക്ഷമത കാണിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ വലിയ ആശങ്ക അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. രാജ്യസഭയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതിൻ്റെ 50% പോലും അത് പ്രവർത്തിച്ചില്ല എന്ന് ജഗ്ദീപ് ധൻഖർ ഓർമ്മപ്പെടുത്തുന്നു. പ്രവർത്തനക്ഷമത പരിശോധിക്കുകയാണെങ്കിൽ 40.03 എന്ന് കൃത്യമായ കണക്കുകൂടി അദ്ദേഹം വയ്ക്കുകയാണ്. അതോടൊപ്പം ഈ പാർലമെൻറ്റിൽ നോട്ടീസ് നൽകി അത് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നതിന് മുന്നേ അത് മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തുന്നതും ശരിയായൊരു പ്രവണതയല്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് മറ്റൊരു പ്രധാന വിഷയമാണ്. കാരണം മാധ്യമങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള നീക്കങ്ങളാകരുത് ഇന്ത്യൻ പാർലമെൻറ്റ്. കാരണം അദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ആകരുത് ഈ പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ. 140 കോടിയിലധികം വരുന്ന ഇന്ത്യക്കാരുടെ പ്രതീക്ഷയാണ് പാർലമെൻറ്റ്. അവിടെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ, ഇന്ത്യൻ പൗരന്മാരുടെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അവിടെ അതിനുതകുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാർലമെൻറ്റിന് ഒട്ടനവധി അധികാരങ്ങളുണ്ട്. അതിലൊന്ന് നിയമനിർമ്മിക്കാനുള്ള അധികാരമാണ്. നിയമനിർമ്മാണ സഭ എന്ന തരത്തിലുള്ള അധികാരമാണ്. മാത്രവുമല്ല പാർലമെൻറ്റിലാണ് നമ്മുടെ ഭരണകർത്താക്കളുള്ളത്. അപ്പോൾ അതിന് ഒരു ഭരണപരമായ അധികാരം കൂടിയുണ്ട്, എക്സിക്യൂട്ടീവ് പവർ കൂടിയുണ്ട് എന്ന് പറയാം. കാരണം മന്ത്രിമാർ പാർലമെൻറ്റിൻ്റെയും കൂടി ഭാഗമാണ്. ധനകാര്യപരമായ അതിന് ചില അധികാരങ്ങളുണ്ട്. അത് നമ്മുടെ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാസ്സാക്കുന്നത് പാർലമെൻറ്റാണ്. അങ്ങനെ സുപ്രധാനമായ സവിശേഷമായ അധികാരമുള്ള പാർലമെൻറ്റിൽ പക്ഷേ നടന്നത് കോലാഹലം മാത്രമാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും വേണം. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ അതിന് തയ്യാറാകണം എന്നതിൽ സംശയമില്ല. പക്ഷേ പാർലമെൻറ്റ് ഫലപ്രദമായി വിനിയോഗിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പുകൾ കൂടി അവർ നടത്തണം. ഇത്തവണ പാർലമെൻറ്റിൽ നിന്ന് പുറത്തു വന്നത് ഈ നാട് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളല്ല. 2 എം പിമാർ ICUവിലാണ് എന്ന വാർത്ത വരുന്നു. പോലീസ് കേസ് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന വാർത്ത വരുന്നു. പ്രതാപ് സിംഗ് സാരംഗി എന്ന ഒറീസയിൽ നിന്നുള്ള എം പിയും മുകേഷ് രജ്പുട്ട് എന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള എം പിയുമൊക്കെ ആശുപത്രിയിലാണ്. അടിപിടി നടന്നു എന്നാണ് പറയുന്നത്. പാർലമെൻറ്റിൽ ആളുകൾ മറ്റൊരാളെ പിടിച്ച് തള്ളുന്നു. അത് വേറൊരാളുടെ പുറത്ത് ചെന്ന് വീഴുന്നു. തുടർന്ന് എം പിക്ക് പരിക്കേൽക്കുന്നു. ഇതൊക്കെ പോലീസ് കേസാകുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കാവശ്യമായ നിയമനിർമ്മാണം നടത്തുന്ന സഭയിലെ അംഗങ്ങൾ തന്നെ പ്രതികളായി അവർക്ക് മുന്നിലെത്തുന്ന സാഹചര്യം. രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ച് പലപ്പോഴും അഴിമതി ആരോപണങ്ങൾ പല ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ പാർലമെൻറ്റിനകത്ത് ഇങ്ങനെ സ്കൂൾ വിദ്യാർത്ഥികളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഈ അടിപിടിയും കയ്യാങ്കളിയും ഒക്കെ നമ്മുടെ ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്ന വലിയ ചോദ്യം കൂടിയാണ് ഇവിടെ ഉയരുന്നത്. പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനമാണ് കഴിഞ്ഞത്. പക്ഷേ ഇത്രയും ചൂടുപിടിച്ച
ബഹളം ഈ ശീതകാല സമ്മേളനത്തിൽ നടന്നു എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ലോക്സഭയുടെ കാര്യമെടുത്താലും ആദ്യത്തെ ഒരാഴ്ച ലോക്സഭ ആകെ പ്രവർത്തിച്ചത് 75 മിനിറ്റ് മാത്രമാണ്. അദാനി കേസ് വന്നു, ഏറ്റവും ഒടുവിൽ അത് അംബേദ്കർ വരെ എത്തി നിന്നു. മണിപ്പൂരും സംഭാലുമൊക്കെ അവിടെ വിഷയങ്ങളായി പ്രതിഷേധത്തിന് കാരണമായി. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാർലമെൻറ്റിൽ നികുതിദായകരുടെ 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപയാണ് ഒരു മിനിറ്റ് പാർലമെൻറ്റ് നടത്താൻ നമുക്ക് ചിലവാകുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ പാർലമെൻറ്റ് നടത്താതിരിക്കാൻ ചിലവാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പാർലമെൻറ്റ് വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നാണ് ആക്ഷേപം. അപ്പോൾ 2.5 ലക്ഷം രൂപ ഒരു മിനിറ്റിൽ ചിലവഴിച്ചാണ് നമ്മുടെ രാജ്യം പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ജനപ്രതിനിധികൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം വേണം. സാധാരണ ആളുകൾ 50 വയസ്സൊക്കെ കഴിയുമ്പോൾ കുറേ കൂടി ഇരുത്തം വരികയും അവർ കാര്യങ്ങളെ കുറേ കൂടെ ഗൗരവത്തോടെ പരിഗണിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നവരുണ്ട്. യുവാക്കൾ ചിലപ്പോൾ കയ്യാങ്കളിക്കൊക്കെ മുതിരാറുണ്ട് എന്നൊക്കെ ആളുകൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, ഈ കേസിൽ പ്രതികളായുള്ളവരെല്ലാം അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെട്ടവരെല്ലാം 50 കഴിഞ്ഞവരാണ്. അപ്പോൾ 50 കഴിഞ്ഞിട്ടും ഈ കയ്യാങ്കളികൾ എന്തുകൊണ്ട് പാർലമെൻറ്റിൽ നടക്കുന്നു എന്നൊരു ചോദ്യം അവിടെ ഉയരുകയാണ്. പരസ്പരം ബഹുമാനിക്കാനും പരസ്പരം ആശയങ്ങൾ കൈമാറാനും പുതിയൊരു ഇന്ത്യ സൃഷ്ടിക്കാനും വേണ്ടി നമ്മൾ പാർലമെൻറ്റിൽ നടപടിക്രമങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അവർ അടിച്ചു പിരിയുന്നു. ഏതായാലും ഈ അടിച്ചു പിരിയുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുമ്പോൾ അവിടെ ഒരു ഔപചാരികമായ ചായ സൽക്കാരം സ്പീക്കർ നടത്താറുണ്ട്. പ്രതിപക്ഷവും ആ ചായ സൽക്കാരത്തിൽ പോകാറുണ്ട്. ഇത്തവണ ആ കസ്റ്റമറി ടീ പാർട്ടിക്ക് തങ്ങളില്ല എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു കണക്കിന് ആലോചിക്കുമ്പോൾ അത് ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണ്. ആ ചായയുടെ പൈസ കൂടി അല്ലെങ്കിൽ നഷ്ടമായാൽ.